കല്യാണത്തിന് മുന്നേ വിച്ചേട്ടൻ എന്നോട് എപ്പോഴും പറയായിരുന്നു എന്നെയും കൊണ്ട് ആഴിമലയ്ക്ക് പോകാമെന്നുള്ളത്. പക്ഷേ കല്യാണം കഴിഞ്ഞ് വെഡിങ് ആനിവേഴ്സറിയും കഴിഞ്ഞ് പിറ്റേ ദിവസമായപ്പോഴാണ് എൻ്റെ ഏട്ടന് ബോധം വന്നത് നമ്മളെയും കൊണ്ടിട്ട് ഒന്ന് ആഴിമല പോകണമെന്നുള്ളത് കേട്ടോ. ഞാൻ ഈ വോയിസ് ഓർഡർ കൊടുക്കുമ്പോഴും എൻ്റെ അടുത്ത് കിടന്ന് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരൻ. ഇതിനിടയിൽ ഈ ഒരു സാരി എനിക്ക് വെഡിങ് ആനിവേഴ്സറിക്ക് മഞ്ജു ചേച്ചി ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ. അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ രാവിലെ ബൊട്ടീക്കിൽ പോയിട്ട് എൻ്റെ അളവിൽ എൻ്റെ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്. ഇതിനിടയിൽ ഞാൻ എന്താ നേരത്തെ വീഡിയോയിൽ ചിരിച്ചെന്നറിയാമോ? അച്ഛൻ എന്നെ കണ്ടപ്പോഴത്തേക്ക് പറയാണ്, നീ ഇവിടെ വന്നിട്ട് ഒരു വർഷമായി, പക്ഷെ ഇന്നാണ് നിന്നെ ഒന്ന് പെണ്ണായിട്ട് കാണുന്നതെന്ന്. കാരണം എന്താ, ഞാൻ എപ്പോഴും വിച്ചോട്ടിൻ്റെ ഷർട്ടും പാൻറ്റും ഇട്ടുകൊണ്ടല്ലേ നടക്കുന്നത്. സാരി ഉടുക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. കല്യാണത്തിനാണ് അവസാനമായിട്ട് അച്ഛനെ സാരി ഉടുത്ത് കണ്ടത് കേട്ടോ. അപ്പോൾ എന്നെ സാരിയൊക്കെ ഉടുത്ത് കണ്ടപ്പോൾ അച്ഛന് ഭയങ്കരമായിട്ട് സന്തോഷമായി. പിന്നെ ഞങ്ങൾ നേരെ അമ്പലത്തിൽ വന്നു. ഇത് കേരളത്തിലെ ഏറ്റവും വലിയ ശിവൻ്റെ പ്രതിമയാണ് കേട്ടോ. 18 മീറ്റർ ഉയരമാണ് കേട്ടോ ഇതിനുള്ളതെന്ന് തോന്നുന്നത്. പിന്നെ കുട്ടികൾ സെറ്റ് എല്ലാവരും ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഓടിച്ചാടി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അച്ഛനെ നല്ല വരെ കിട്ടി. അപ്പം ഞാൻ പതുക്കെ അങ്ങ് ഒതുങ്ങി. പിന്നെ ദീപാരാധന സമയമായിരുന്നു, പ്രാർത്ഥിച്ചു. നന്നായിട്ട് എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചു കേട്ടോ. അപ്പോഴത്തേക്കും ഞങ്ങൾ നോക്കിയപ്പോൾ എന്താ അവിടെ വലിയൊരു സെറ്റിൽ എല്ലാവരും ചേർന്ന് ഫോട്ടോ സെക്ഷനാണ്. അപ്പോൾ ഞാനും വിചാരിച്ചു അവർ ഫോട്ടോ എടുക്കാല്ലേ, നമുക്ക് ചാടി കളിക്കാം. അങ്ങനെ പിന്നെ കുറേ നേരം അവിടെ നിന്ന് ചാടിയൊക്കെ കളിച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് തിരിച്ച് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചപ്പോൾ ദാ കിടക്കുന്നു. നാളെ ബൊട്ടീക്കിലേക്ക് വർക്ക് ചെയ്യാനുള്ള കുറേ മെറ്റീരിയൽ പെൻഡിങ് ആണ്. അപ്പോൾ എന്തായാലും ട്രിവാൻഡ്രം വന്ന് അല്ലെങ്കിൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് നേരെ പോത്തീസിൽ പോയി. അവിടെ പോയി പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഏട്ടൻ പറഞ്ഞു അവൻ എപ്പോൾ ട്രിവാൻഡ്രത്ത് വന്നാലും രാമചന്ദ്രൻ്റെ ഫ്രണ്ടിലൊരു ചേട്ടൻ ചോളം വിൽക്കുമല്ലോ, അവിടെ പോകണമെന്ന്. അവൻ എപ്പോൾ ട്രിവാൻഡ്രത്ത് വന്നാലും അത് വാങ്ങിച്ച് കഴിക്കാറുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. പക്ഷേ വീഡിയോ എടുക്കാനായിട്ട് മറന്നുപോയി. ഇനി പോകുമ്പോൾ ഉറപ്പായിട്ടും ആ സ്ഥലത്തിൻ്റെ വീഡിയോ ഞാൻ എടുത്തിടാം കേട്ടോ. നിങ്ങൾ ആ ചോളം കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുതേ.